ഇച്ചായ നമ്മൾ എങ്ങോട്ടയാ? നമ്മള് യുകെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോവാണ്. അതായത് മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റോ? മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് നമ്മള് പോകുന്നത്. ഇപ്പൊ നമ്മള് ഏകദേശം വീട്ടിൽ നിന്നൊരു 11 മണിയാകുമ്പോ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മളെ ടോള് കൊടുക്കാതാണ് പോകുന്നത്. അതുകൊണ്ട് 3 മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ട്. ഈ വണ്ടി കണ്ടോ? ഇതിന് എത്ര ടയർ ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റുമോ? നീ കണ്ടോടി, വെറുതെ ഇരിക്കല്ലോ അവിടെ. ഇതൊക്കെ സമയമുണ്ട് എനിക്കോ. എന്നെ അങ്ങനെ കളിയാക്കണ്ട. ഞാൻ ഇച്ചായോട് ചോദിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കണോന്ന്. പക്ഷെ ഇച്ചായൻ പറഞ്ഞു വേണ്ട, റോഡൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെന്താ, ഞങ്ങളങ്ങ് വിചാരിച്ച് നമുക്ക് എന്നാല് പാപ്പുവിനെ നഴ്സറി ഇനി ജനുവരി 5-ാം തീയതി ഉള്ളൂ. 5-6 ക്രിസ്മസ് ലീവ് ആയില്ല. ഇനിയിപ്പോ 6-ാം തീയതി, ജനുവരി 6-ാം തീയതി ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ അടുത്ത വർഷമുള്ളൂ സ്കൂളില്ലേ? അടുത്ത വർഷമേ ഉള്ളൂ പാപ്പു സ്കൂള്. പക്ഷെ ഈ വർഷം അവസാനിക്കാൻ ഇനി ഒരു ആഴ്ചയോടെ ഉള്ളെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോഴാണ് എന്റെ ഇത് കേട്ടോ. പക്ഷെ അതിന് മുന്നേ എല്ലാരും 70 ഓടിച്ചു തുടങ്ങിയായിരുന്നു. അപ്പൊ പിന്നെ പാപ്പ വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ, പപ്പായെയും മമ്മിയെയും നോക്കി. അതുകൊണ്ട് എന്നാ ഇങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു. മാഞ്ചസ്റ്ററിൽ നമ്മളങ്ങനെ പോയിട്ടില്ല. അവിടെ ഏതാണ്ടൊക്കെ ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉണ്ട്. മറ്റേ ഫുട്ബോളിന്റെ സ്റ്റേഡിയം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അതെ, ലിവർപൂളിന്റെ ഇതൊക്കെ ഉണ്ട് അവിടെ. ഈ വണ്ടി നമ്മളെ ഫോളോ ചെയ്യണം, നമ്മളതിനെ ഫോളോ ചെയ്യണം? നല്ലൊരു ചോദ്യമാണ്. പ്രസക്തിയുണ്ട് അതിന്. അങ്ങനെ നമ്മള് മാഞ്ചസ്റ്ററിൽ ഇനി 1 മണിക്കൂറുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ എത്തും. നമ്മളിടയ്ക്ക് വെൽക്കം ബ്രേക്ക് കയറിയില്ലേ? വെൽക്കം ബ്രേക്ക് കയറി നമ്മള് ഒരു സർവീസ് കയറിയായിരുന്നു. പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രീ ആക്കി. കാരണം പിള്ളേരെ കൊണ്ട് നമ്മൾ പോകുമ്പോ നമുക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ 3-4 മണിക്കൂറൊക്കെ ഒറ്റയടിക്ക് ഷൂന്ന് പോകായിരുന്നു. പക്ഷെ ഇപ്പൊ നടക്കത്തില്ല. ഇപ്പൊ നമ്മള് പതുക്കെ പിള്ളേര് ബഹളം വെച്ച് തുടങ്ങും. അത് മാത്രമല്ല, ഇതെന്താ എഴുതിയേക്കുന്നേ? നിനക്കുള്ള ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന്. എനിക്ക് തന്നെ ഉള്ളതാ. അതെ, എനിക്ക് പ്രത്യേകിച്ച് ഇരിക്കും. അതെ, അതുപോലെ തന്നെ പിള്ളേരെ കൊണ്ട് പോകുന്നത് മാത്രമല്ല, നമ്മള് വണ്ടി ഓടിക്കുമ്പോ അത്യാവശ്യം ഒന്ന് വെൽക്കം ബ്രേക്ക് കയറി ഒന്ന് പതുക്കെ റിലാക്സ് ആയിട്ട് പതുക്കെ പോകുന്നത് നല്ലത്. എക്സ്ട്രാ പൈസ ഒക്കെ എടുത്തു കഴിയുന്നു. കാശുള്ള സാധനം പച്ച കേട്ടോ. എന്നാ പള്ളി കേട്ടോ, പള്ളിയൊന്നല്ല. ഇത് എന്തോരം ഹൈറ്റ് അയച്ചായ? ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആണ്. ശരിക്കും മാഞ്ചസ്റ്റർ എല്ലാം വലിയ വലിയ ബിൽഡിംഗ് അല്ലേ? അതെ, ഭയങ്കര വലിയ ബിൽഡിങ്ങും നല്ല സിറ്റിയാ. കണ്ടിട്ട് ഇത്ര നേരമായിട്ട്. ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് പോകുമ്പോ അറിയാം. നമ്മള് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് കൂനൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്താ പറയുന്നത്? എല്ലാം നല്ല അടിപൊളി. ഇത് നല്ല ഫ്ലാറ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? സൂപ്പറാ, നല്ല അടിപൊളി ബിൽഡിംഗ് അല്ലേ? എന്ത് രസമല്ലേ ഓക്സ്ഫോർഡ്. ഞാൻ ഇത്രയും നല്ല ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ കണ്ടിട്ടില്ല. അതോ ഇനി ഞാൻ കാണാത്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മള് സിറ്റിയിലൊന്നും പോയിട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ? ലണ്ടനിലൊക്കെ ചെന്നാ ഇങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ട്. അടിപൊളി. അത് ഇലയാണ്. മറ്റേ ആ സാധനം വെച്ചേക്കും അല്ലേ? നമ്മള് 1 മൈലേ ഉള്ളു, 0.7 മൈലേ ഉള്ളു ചെല്ലാൻ. പക്ഷെ 8 മിനിറ്റാ കാണിക്കുന്നത്. കാരണം അതുപോലെ തിരക്കാ. കണ്ടോ, മൊത്തം ചുമപ്പ. അങ്ങനെ മാഞ്ചസ്റ്ററിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അത് കാണിക്കാം. മാഞ്ചസ്റ്ററിന്റെ സിറ്റി സെന്ററിലോട്ട് കയറി എന്റെ ഫ്രണ്ട് ഇനിയാണ്. അങ്ങനെ തേണ്ട സിറ്റിയോ നമ്മൾ കാർ പാർക്കിങ്ങിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാർവി നിക്കോളാസ്. അങ്ങനെ നമ്മള് ചുജുമോളെ മാഞ്ചസ്റ്റർ വന്നു. മാഞ്ചസ്റ്റർ അല്ലേ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിപൊളി. ഇവിടെ ഉണ്ട് കോസ്മോ ഒക്കെ അല്ലേ? നൈസ് സ്ഥലങ്ങളാ. അതെ, നല്ല തണുപ്പുണ്ട്. മാഞ്ചസ്റ്റർ വന്നപ്പോഴത്തേക്ക് കണ്ടോണ്ടല്ലേ മേരി ബി
മാഞ്ചസ്റ്റർ. ബി മേരിന്നല്ലേ? ഓ ബി മേരി, എന്റെ പൊന്നടാവേ, നിന്നെ ഇതാരാ കിടക്കുന്നേ? ഓടി, ഇത് ആരാടാ ഇത്? ചിഞ്ചുമോളെ, മാഞ്ചസ്റ്റർ കണ്ടപ്പോ എന്നോ ഒരു ഫോട്ടോ എടുക്കട്ടെ. പോലീസുകാരെ കണ്ടപ്പോ കുഴപ്പമില്ല. ഇതാണ് മാഞ്ചസ്റ്ററിലെ ട്രാം. നല്ല നൈസാണ്. റോഡിൽ കൂടെ പോകുന്നത് കേട്ടോ. ബസ്സിന് വരാട്ടുള്ള സാധനം. ക്യൂ ആണോ? ചിഞ്ചുമോളെ, നമ്മൾ എവിടെ വന്നേക്കെന്ന് അറിയോ? മാസ് ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ ക്രിസ്മസിനോടനുബന്ധിച്ച് നല്ല കേക്ക് സെയിൽ നടക്കുന്നുണ്ട് അല്ലേ? മാസ് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ വന്നേക്കുന്നത്. ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോയി ക്ഷീണം കാരണം പിന്നെ വീഡിയോ എടുത്തില്ല. ക്രിസ്മസ് മാർക്കറ്റിൽ പോയി കഴിക്കുന്നതിന് ധൃതിയിലായിരുന്നു. അതെ അതെ, ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ്. അടിപൊളി ഫുഡ് ആണോ? നല്ല അടിപൊളി, നല്ല പപ്സും ചായയും. ശരിക്കും പറഞ്ഞാൽ എന്തോരം സാധനം ഉണ്ടല്ലേ. തിരുവല്ല വേങ്ങലല്ല, ഇത് മാസ് ഹൈപ്പർ മാർക്കറ്റാ. UK മാസ് ഹൈപ്പർ മാർക്കറ്റ്. അങ്ങോട്ട് പോയി ഇതുവഴി പോയി വാങ്ങിക്കും. എന്നാ ഇതിൽ വാങ്ങിക്കും. എന്തുവഴി? അങ്ങനെ നമ്മള് ലിവർപൂളില് എത്തുന്നു. അതെ, മാഞ്ചസ്റ്റർ നമ്മള് മാഞ്ചസ്റ്റർ മൊത്തം ഒന്ന് കറങ്ങി അടിച്ചു. അതെ, ഇന്ന് നമ്മള് ലിവർപൂളിലോട്ടുള്ള കറക്കത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് പൂൾ പോകും. എല്ലാ പൂളും ഒന്ന് പോയിട്ട് നല്ല സ്ഥലമാണ് ലിവർപൂളും. നല്ല വലിയ സിറ്റിയാണ്. വലിയ റോഡുകളാണ്, ശ്രദ്ധിച്ചായിരുന്നു? വലിയ റോഡുകളും വീടുകളും. നമ്മളിപ്പോ കാർ പാർക്കിങ്ങിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റും അടിപൊളിയാണ്. ഒന്ന് എൻജോയ് ചെയ്യാം, നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മാഞ്ചസ്റ്ററിൽ അടിപൊളിയായിരുന്നു. ഇനി ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതുപോലെ ബ്ലാക്ക് പൂളിലെ ക്രിസ്മസ് മാർക്കറ്റും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാ ക്രിസ്മസ് മാർക്കറ്റും നമ്മൾ കവർ ചെയ്ത് പോകും. പാപ്പ ഉറക്കുവാ. പാപ്പ എന്ത്? അയ്യോ, ഉറങ്ങിപ്പോയി. പാപ്പ തലയിലെന്താ ഇരിക്കുന്നേ? ലിവർപൂൾ യൂണിവേഴ്സിറ്റി ഇത് എടുത്തോ. അതായത് ഇത് ഫുള്ള് ലിവർപൂളിലെ മെയിൻ സിറ്റി സെന്ററിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി. പാപ്പുവിനെ വീഡിയോയിൽ എടുക്കണം. നിന്നെ സിനിമ എടുത്തൊരു പാപ്പുവിനെ സിനിമയിലെടുത്തു. നമുക്കിനി അവിടെ ചെന്നിട്ട് പാപ്പുവിനെ എടുക്കാം കേട്ടോ. പാപ്പു വിചാരിച്ചേക്കുന്നത് ലിവർപൂളും ബ്ലാക്ക് പൂളും എന്നൊക്കെ പറയുന്നത് പൂളിലോട്ട് പോയി ഇറങ്ങുവാന്നാ. അവള് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിക്കുവാന്നാ പറയുന്നത്. മക്കളെ, ഇത് സ്ഥലപ്പേരാടാ. UK സ്ഥലത്തിന്റെ പേരാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. എല്ലാരും പേരിൽ ഇപ്പൊ ഷവർമ വെക്കുന്നുണ്ട്. ഇപ്പൊ ഷവർമ. എന്റെ ദൈവമേ, അടിപൊളി. അതെ, കുട്ടായി ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ റെഡി ആയിട്ട് നിൽക്കുക. കുട്ടായി കുഴിക്കാത്ത വീണ. അയ്യോ, ഒന്നും പറയണ്ടായി. ബർത്ത്ഡേ പാർട്ടിക്ക് പോയി കുഴിക്കാത്ത വീണ്. എന്താ വേറെ? അതെ അതെ അതെ, കരഞ്ഞ് ബഹളം വെച്ച്. അപ്പൊ നമുക്കേ പതുക്കെ വിടാം കേട്ടോ. ലിവർപൂള് ഈ ബീച്ച് സൈഡ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. കടൽ ലിവർപൂളിൽ ബീച്ചില്ലേ? ഉണ്ടാവും. പിന്നെ ലിവർപൂളല്ലേ? അപ്പൊ പിന്നെ ഇവിടെ തണുപ്പ് കൂടുതലായിരിക്കും, പൂൾ ഉള്ളതുകൊണ്ടേ. ബിൽഡിങ്ങും ഒക്കെ വലിയ. എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പക്ഷെ കീപ്പ് ചെയ്യുന്ന ഓക്സ്ഫോർഡാ. ഇവിടെ ചുമ്മാ അലമ്പ ആൾക്കാരും ചുമ്മാ ഹോണടിയും ബഹളവും.
സംസാരിക്കാൻ വയ്യല്ലേ? ശരിക്കും ഓക്സ്ഫോർഡിലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. അതെ അതെ, ശരിക്കും നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ലിവർപൂളില്. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഓണേഴ്സ് റിസ്ക് ആണ്. എന്ത് പറ്റിയാലും അതൊന്നും പറയാൻ പറ്റില്ല, വെക്കാൻ പാടില്ല. തണുപ്പ്. ഇതെവിടെ പോവാ? മോളെ അമ്മയെ വിളിച്ചോണ്ടങ്ങ് പോക്കല. എവിടെ പോവാടേ? നിക്കടേ മോളെ. നമ്മള് ബ്രൈറ്റിന് പോയപ്പോ ഓർക്കുന്നോ ആ ഒരു വൈബ് അല്ലേ? അതേ ഒരു വൈബ് ഫുള്ള്. കൊള്ളാം കേട്ടോ, ലിവർപൂള് നൈസാണ്. മറ്റേ ശശിയുടെ ഇതാണോ സ്റ്റാച്ചു ആണോ? ആരെ സ്റ്റാച്ചു ഒന്നും അറിയത്തില്ല. നോക്കിയേ എന്റെ പൊന്നച്ചോ. നമ്മുടെ നാട്ടില് മാലമ്പ കൺവെൻഷനൊക്കെ ഏതാ കൈവിട്ട് പോകാതെ സൂക്ഷിച്ചോണം. അതെ, നമ്മള് ശരിയാ കേട്ടോ. കൺവെൻഷനൊക്കെ പോയൊരു ഇതാണ്, ആൾക്കാരൊക്കെ നോക്കണം. പാപ്പു മമ്മയുടെ കൈ പിടിച്ചോണം കേട്ടോ, ഭയങ്കര തിരക്കാണ്. വേണ്ട അല്ലെങ്കിൽ വേണ്ട, ഇവരെ കണ്ടല്ലോ. പിടിച്ചോണ്ട് പോവര്. ഇന്നലെ ജയന്റ് വീലിൽ കയറിയോണ്ടൊരു അതിന്റെ കൊതി അങ്ങ് തീർന്നു. എന്നാ വിട്ടോ. അങ്ങനെ നമ്മള് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഇത് ഒരു ജസ്റ്റ് ഡോണറ്റിന്റെ വേഫേഴ്സിന്റെ കടയാണ്. അതുപോലെ സോൾട്ട് ആൻഡ് പെപ്പർ എവിടെ ചെന്നാലും കിട്ടുന്ന ഈ ചിക്കൻ്റെ ഒരു പലതരമായിട്ടുള്ള പല ടേസ്റ്റ് അല്ലേ, പല പല ടേസ്റ്റ് ഉള്ള ഒരു കടയാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ UK ലെ. നൈസാണ് കേട്ടോ. എന്തോ ഒന്നൂടെ പറഞ്ഞേ. പാപ്പു മാറിയതേ. അതെ അതെ. ഇന്ന് നമുക്ക് തായ് ട്രൈ ചെയ്യാം. കൊള്ളാം, കുറേ ഷോപ്പുകളും. ഇതാണ് ശരിക്കും പറഞ്ഞ കൊറിയൻ കോണ്ടോഗ്. ഇതേ ഇന്നലെ കഴിച്ചത് നമ്മള്. കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരേ സാന്റ. ഇന്നലെ നമ്മള് ജയന്റ് വീലിൽ കയറിയോണ്ട് ഇന്ന് അതിന്റെ ഇതില്ല. അതെ, കുതിരയെ പാപ്പുവിനെ കയറ്റാൻ വരുന്നു അല്ലേ? നമുക്ക് കയറാം, ഒരു കുഴപ്പമൊന്നുമില്ല. 25-ാം തീയതി വരാന്ന് പറഞ്ഞ പുള്ളി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പുള്ളിക്ക് ഒരു പണി കേട്ടോ. പഴയ ഇതിൽ പോടേ, 25-ാം തീയതി വരണം കേട്ടോ. അല്ലേ പാപ്പുന് എന്താ പാപ്പു വേണ്ടേ ഇപ്പൊ ഇവിടുന്ന്? മാഷ്മലോ കുട്ടിക്ക് എന്തോടാ വേണ്ടേ? എന്താ വേണ്ടേ? ആണോ? അത് വേണ്ട, നമുക്ക് വേറെ നോക്കാം. നമുക്ക് ഇവിടുന്ന് പോയിട്ട് വരാം. പാപ്പു സീറ്റ് പിടിച്ചില്ലേ? നൈസിനെ ഇവരെ കൊണ്ട് സീറ്റ് പിടിച്ചു. ഇതാണ് നമ്മളെ ചോക്ലേറ്റിന്റെ സംഭവം കേട്ടോ. ഇതിന്റെ ബാക്കി നിൽക്കുന്ന സംഭവം എന്താ മനസ്സിലായോ? സോൾജേഴ്സാ. അതെ, ഇത്രയും സോൾജേഴ്സ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ചിലപ്പം പണ്ട് മുതൽ ഞാൻ ഞങ്ങളുടെ മറ്റേ GK പീരീഡില് ഉറങ്ങുമായിരുന്നു. സോഷ്യൽ പീരീഡ്, GK പീരീഡ് അല്ല, സോഷ്യൽ പീരീഡ്. അതുപോലും അറിയത്തില്ല. അപ്പൊ നീ പഠിച്ചിട്ടില്ലെന്നാണ് എന്റെ അർത്ഥം, മനസ്സിലായില്ലേ? ഞാൻ GK പീരീഡ്. പാപ്പു മറ്റേ സ്ട്രോബെറി ഒക്കെ തിരക്കില്ല. കുട്ട ഇങ്ങനെ ഞങ്ങള് ഡിൻഡോ കളിച്ചു അല്ലേ? ഇതാണ് നമ്മൾ ആ പറഞ്ഞ. കട്ട് ചെയ്യാൻ പറ്റത്തില്ലടി, 4 പേര് അറിയട്ടെ. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ GK ലാ പഠിച്ചെന്ന്.
നിനക്ക് മതിയോ? എന്തൊരു ബഹളമായിരുന്നു ആ ചോക്ലേറ്റ്. 9 പൗണ്ട്. അതെ, എന്നിട്ട് മൊത്തം തീർത്തല്ലോ. മോളെ ശരിക്കും MCR ആണോ നല്ലത്, ലിവർപൂൾ ക്രിസ്മസ് മാർക്കറ്റ് ആണോ നല്ലത്? ലിവർപൂള്. ഇന്നലെ ലാസ്റ്റ് ദിവസമല്ലായിരുന്നോ? അപ്പൊ ഓൾമോസ്റ്റ് കടകളൊക്കെ അടഞ്ഞായിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. അതെ, ഇന്നലെ 22-ാം തീയതിയോടെ MCRലെ ക്രിസ്മസ് മാർക്കറ്റ് തീരുമായിരുന്നു. പക്ഷെ ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ് ഇച്ചിരി കൂടെ നല്ലതാണ് കേട്ടോ. മസ്റ്റായിട്ട് വന്ന് നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് തന്നെ കാണേണ്ട ഒരു മാർക്കറ്റാണ് ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ്. നല്ല ഭംഗിയുണ്ട്. അമ്മയും മോനും ക്ഷീണിച്ചോ? ലിറ്റിൽ ഹാർട്സ് എന്ന് തുടങ്ങിയ തീറ്റയാ? അതെ അതെ, അമ്മയും മോനും കൊണ്ട് ബിസ്ക്കറ്റ് തീറ്റയാ. എന്തോടി പാപ്പുന് പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ അട്രാക്ഷനാ. തല നേരെ വെക്കടി, തല ഇങ്ങനെ വെക്ക. കാണാലോ, മതി. നല്ല വൈബുള്ള സ്ഥലം കേട്ടോ, അടിപൊളി. ശരിക്കും ഇവിടെ വന്നാൽ ഇത് സാധനം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു സോസേജും പന്നകത്ത് വെച്ച് തരും, നൈസ് ടേസ്റ്റാ. ഇവിടെ പോവാ ചുഞ്ചുമോളെ. ഇതില്ലേ നമ്മുടെ നാട്ടിലെ പോലത്തെ ജ്വല്ലറി കട ഉണ്ടല്ലോ, അതുപോലത്തെ കടകളാണ് ഇതെല്ലാം. അതൊക്കെ വളയം മാലയൊക്കെയാ പാപ്പുന് പറ്റുന്ന. പാപ്പു മോനെ, പാപ്പു കണ്ട് കൈ ഇടുന്ന ടൈപ്പിൽ സാധനമൊക്കെ ഉണ്ടല്ലോ. ഏതാ ഇതോ? ഇതെന്തോ യോടി? എങ്ങനാ എങ്ങനാ? പക്ഷെ എന്നാന്നറിയാവോ, എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എറിഞ്ഞാൽ കിട്ടുകയും ചെയ്യും, ഇതും കൊണ്ട് ചുമ്മിക്കൊണ്ട് പോകണ്ടേ. വെറുതെ വാശി കാട്ടില്ല കേട്ടോ. എനിക്ക് ഈ പാവയുടെ കളർ ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ ഞാൻ കളിച്ചാണ്ടല്ലേ മൊത്തം കൊണ്ട് ഞാൻ പോയേനെ. പാപ്പു ഈ കളർ ഇഷ്ടപ്പെട്ടില്ല അപ്പയ്ക്ക്, വേറെ കളർ നോക്കാം. ബാ എടി, ഇത് വേറെ ഉണ്ട്, നമുക്ക് വേറെ ഉണ്ട്. പിന്നെ ഉണ്ടെന്നേ. അപ്പൊ തീരുമാനിച്ചതൊന്ന് നോക്കാവുന്ന. ബാബു ആര് റെഡി? നോക്കട്ടെ വില കിട്ടുമോ. എവിടെ? 4. ഓ എന്റെ ദൈവമേ, ഒരു 10 മേലെങ്കിലും പ്ലീസ്. പോയി കർത്താവേ. ഏച്ചീനല്ലേ ഇത്? 4 22 അല്ലേ? 22. ട്രൈ വൺ മോർ. ഓ എന്റെ കർത്താവേ. പോയി. Small? Okay. No, we'll leave it. Leave it. Yeah. That's fine. Yeah. Thank you. Thank you. Thank you. പാപ്പു എന്തോ കിട്ടിയേക്കുന്നേ? അപ്പൊ പാപ്പുന്റെ ഹീറോ ആരാ ഇപ്പം? പപ്പ? ഓ പപ്പയല്ലേ പാപ്പുന്റെ ഹീറോ? ആണോ? ഇതപ്പോ എന്താ? എനിക്ക് താ, എന്തുവാണ് എനിക്ക് താ. ഓക്കെ, ഷെയറിങ് കെയറിങ് ആണോ? പാപ്പുന് ചൂടാ പാപ്പു.
എങ്ങനെയുണ്ട്? ഗുഡ്. കുട്ടായി എന്നെ കളയുന്ന സാരി ഇങ്ങോട്ട് നോക്കിക്കേ. എന്നെ പോയേ. അത് സാരമില്ല, നമ്മള് താഴെ പോയത് എങ്ങനെയാ കഴിക്കുന്നേ, അത് പോട്ടെ. മോളെ ഇങ്ങനെയുള്ള കാലത്ത് കയറുമ്പോഴാ പിള്ളേരെ പേടി മറന്ന്, മനസ്സിലായോ? പാപ്പു പാപ്പു ഓക്കെ മോനെ ഇപ്പോഴും ഹോൾഡ് ചെയ്താ മതി. കഷ്ടം. അവക്ക് എന്നാ അറിയാടി, അവക്ക് കുഞ്ഞിനെ. അതെ അതെ പാപ്പുവിന് വേണ്ടി മാത്രം കറങ്ങുന്ന റൈഡ് അല്ലേ? അതെ അതെ, പാപ്പുവിന് വേണ്ടി വേറെ ആരുമില്ല, പാപ്പുവിന് വേണ്ടി മാത്രമാ. അതെ അതെ. നീ എന്താ പറയാ, പേടിയാണെന്നോ? ആ അതുകൊണ്ടായിരിക്കും. പക്ഷെ ആൾ ഓക്കെയാണ്. അമ്മയും മോളും കൂടെ വെയിലിൽ കയറിയിട്ടുണ്ട്. ചുറ്റുമോള് ട്രെയിൻ സഫാരി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. നോക്കട്ടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എനിക്കാണ് തണുത്തിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, നല്ല തണുപ്പുണ്ട്. How was your experience? ഇതെന്ത് വായിച്ചായ? ഈ ബോൾ നമ്മൾ എറിഞ്ഞ് ആ കുഴിക്കകത്ത് വീഴ്ത്തുമ്പോ ആ കുതിര ഇങ്ങനെ പോകും. എന്റെ 4 ആണ്. 4 ഇറങ്ങുന്നുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഇനി നിന്റെ ഊഴോ അല്ലേ? ആ കളി 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 നോക്കട്ടെ. മെറിക്ക് 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 പോ 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 പോ. പതുക്കെ പതുക്കേറി 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 പതുക്കേറി. ചുറ്റുമോളുടെ കുതിര. ആ ആ പോട്ടെ ചുറ്റുമോളെ ചുറ്റുമോളെ പോട്ടറി പോട്ടറി പോട്ടറി. അപ്പൊ ഞാൻ ഇനി വള്ളത്തെ പോയിട്ട് വരാം. എത്ര നാൾക്ക് മുന്നേ ഞാൻ ഇത് കേട്ടിട്ടുള്ളതെന്നറിയാം. ദുബായ് വെച്ച് തന്നെ അല്ലത്തം കേട്ടിട്ടുണ്ട് ഈ സംഭവത്തിൽ. ഇതല്ല വേറെ സാധനമായിരുന്നു, ഇത് സെയിമാണ്. എന്തായാലും പോയിട്ട് വരാം.
റെഡി ആയിട്ട് വള്ളത്തെ കയറാൻ നിൽപ്പുണ്ട്. യോദ്ധാവ്, ധീര യോദ്ധാവ്. ഇവിടെയാണ് ഇച്ചായൻ ഇരിക്കുന്നത്. ഇപ്പം അലയും കൂലൊക്കെ കേക്കാം. ഇച്ചായ വള്ളത്തിൽ പോയി തുടങ്ങി. പൂത്രൊഴിക്കാം. എന്റെ പപ്പ കാണിക്കുന്നുണ്ടോ? അടിപൊളി, സൂപ്പർ. പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോയ ആളാണ്. കണ്ണു പൊത്തിയാൻ തോന്നിയിരിക്കുന്നേ. കണ്ണു തുറന്നു സ്ലോ ഡൗൺ ആയതുകൊണ്ട്. ഓ ഇപ്പൊ കൈയൊക്കെ പൊക്കി കാണിക്കുന്നു. ഇത്ര നേരം കണ്ണടച്ചിരിക്കുവായിരുന്നു. Thank you for riding. Thank you for riding the icebreaker. Please mind the gap in the platform and the steps when leaving the ride. കുട്ടായി പപ്പായെ നോക്കുക. This ride is for all ages. Step aboard and enjoy the fun. ഇറങ്ങി വരുന്നുണ്ട് ധീര യോദ്ധാവ്. ഓ അപ്പുറത്തൂടെ പോന്നെ. അടിപൊളി കേട്ടോ. ആണോ? അടിപൊളിയായിരുന്നു അല്ലേ? ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നേ. പിന്നെ പാപ്പ ഞാൻ ടോൾച്ച് കൊണ്ടുപോട്ടെ. നോക്കണം. മാഞ്ചസ്റ്ററിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ ഹോളിഡേ ഇന്നിലേക്ക് പോകുന്നു. അതിന് മുന്നേ നമുക്ക് ഇതിൽ കഴിക്കണം. നമ്മളിനി അടുത്ത് എങ്ങോട്ട് പോകുന്നേ? നമ്മളിപ്പോ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം ആണ്. അതായത് നമ്മൾ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇവിടുത്തെ സ്റ്റേഡിയം ഒക്കെ. നമുക്ക് നേരിട്ട് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതായത് അവിടെ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് 20% ഓഫ് ആണ്. അപ്പൊ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ 39 രൂപയാണ് പെർ അഡൽട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ക്രിസ്മസ് സമയം ആയതുകൊണ്ട് നമുക്ക് 20% ഓഫ് കിട്ടും ഒരു ടിക്കറ്റ്. അപ്പൊ പിന്നെ ഏകദേശം പോയത് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം. അടിപൊളി. ഇവിടെ വന്നു കഴിഞ്ഞ ഒരു ഗുണമുണ്ട്, പാർക്കിംഗ് ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത്രയും വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി ഇടാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ ഇതൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്റ്റേഡിയമാണ്. അതായത് ഇതാണ് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം. മാഞ്ചസ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇതാണ് സ്റ്റേഡിയം, മാഞ്ചസ്റ്റർ സ്റ്റേഡിയം. സോ ഇതാണ് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗാലറി വ്യൂസ്. കുട്ടായി ഗാലറി എല്ലാം കണ്ടിരിക്കുകയാണ്. കുട്ടായി എവിടെയാ? നമ്മളെ ഫൈനൽ കോൾ വിളിച്ച് ടൂർ തുടങ്ങാം കേട്ടോ. ഓടിവാ. എന്താ ചായ? സൂപ്പർ അല്ലേ? പക്ഷെ ഏറ്റവും കോമഡി എന്നറിയാവോ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഞാനാണ് ഇവിടെ വന്നേക്കുന്നത്. എനിക്ക് ആകെ റൊണാൾഡോയെ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മള് വരുമ്പോ നമ്മളിവിടെ വന്നല്ല അങ്ങനല്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്നേ. കൊള്ളാം. പാപ്പു കുറച്ച് കഴിയുമ്പോ ഓർക്കും ഇതൊക്കെ. അതിനാ ഈ വീഡിയോ എടുക്കുന്നേ. പാപ്പുവിനെ കുട്ടായി ഇവിടെയൊക്കെ കൊണ്ടുവന്നെയാന്നും. ചായ ഇത്രയും വലിയ കൂട്ടത്തിനും എവിടെ പോവാ? നമ്മള് അവര് ഗൈഡാണോ? ഗൈഡെല്ലാം പറഞ്ഞു തരുവാണ്.
very well sleep. When Alex അവിടെ നമുക്ക് ഗാലറി പോയിട്ടിരുന്ന് കാണാം. ഇച്ചായ എങ്ങോട്ടേ കേറുന്നേ? TV കൂടെ മാത്രം കണ്ടിരുന്ന സ്റ്റേഡിയത്തിലോട്ട്. വാവ്. ഇതാണത്. 4 ചെറിയ പെട്ടിക്കകത്തൂടെ കണ്ടിരുന്ന സാധനം ഇപ്പൊ നമ്മൾ നേരിട്ട് കാണും. പേരിരുന്ന് കളി കാണുന്ന സ്ഥലമാണിതല്ലേ? അതെ. ഏറ്റവും വരെയുള്ളത് എത്ര പേര് നിന്ന് കളിച്ചതാ. വാവ്. ഇതൊക്കെയാണ് വന്ന് കാണേണ്ടത്. അതായത് ഇവിടുത്തെ അപ്പച്ചൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത്രയും പേര് കണ്ടല്ലേ സ്റ്റേഡിയം കാണാൻ വന്നവരൊക്കെയാണ്. അതായത് എല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഇവിടുത്തെ. എന്റെ വിചാരം ഇത് ശരിക്കും പുല്ലാ ഇതിൽ കളിക്കുന്നത്. എന്റെ വിചാരം മറ്റേ കാർപ്പറ്റ് പോലെ എന്തെങ്കിലും ഇട്ടേക്കായിരിക്കും മണ്ടയ്ക്കായിരിക്കും. അല്ലല്ല നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുവാണത്. പുല്ലൊക്കെ വെട്ടി. അതെ കിടന്ന് ഉറങ്ങാൻ തോന്നില്ല. അതിന് പുറത്ത് കിടന്നില്ലേ ഗ്രൗണ്ടേ. ഡ്രസ്സിംഗ് റൂം, യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂം, മാഞ്ചസ്റ്റർ ഡ്രസ്സിംഗ് റൂം, പ്ലേയിങ് സ്റ്റാഫ് ഉള്ള ഏരിയ. അതെ അവരുടെ ഡ്രസ്സാണ് കിടക്കുന്നത്. സോറി ഓരോ ആൾക്കാരുടെ ഡ്രസ്സാണ്. day of the game, members of the group team will arrive. ഇങ്ങനെയാണ് അവര് പാട്ടൊക്കെ പാടി വരുന്നതെന്നാണ് അല്ലേ? ഇച്ചാൻ ആ ഫീല് കിട്ടിയോ? ഒരു ഫുട്ബോൾ താരമായോ? ഏത് പ്ലെയറിനെ ഓർമ്മ വന്നേ? പാപ്പു സൂപ്പർ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല, ഇത് ഒറിജിനൽ പുല്ല്. അവരത്രയും മെയിൻറ്റെയിൻ ചെയ്തിടുന്നോണ്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത്. ഇച്ചായനിപ്പോ നിക്കുന്ന എവിടെന്നറിയാവോ? നമ്മൾ TV കൂടെ കാണുന്ന ഫുട്ബോൾ നടക്കുന്ന ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെയാണ് അവർ കളിക്കുന്നത്. നമ്മൾ ഇത്ര അടുത്ത് ഇവിടെ നിൽക്കുക. ഇവിടെ ആൾക്കാർ ഈ ഫ്രണ്ട് സീറ്റ് ഇരുന്ന് കാണുന്നത് നമ്മൾ കാണാറില്ലേ? പക്ഷെ നമ്മൾ വേണ്ട ഇവിടെ നിൽക്കുന്നു. പക്ഷെ ഇന്ന് കളിയില്ലാത്തത് കൊണ്ടാണ്. കുട്ടായി ഓർക്കും ഇതൊക്കെ. നാളെ കുട്ടായി ഫുട്ബോൾ കാണുമ്പോ പറയണം, പപ്പായും മമ്മി ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു. സീറ്റൊക്കെ പിടിച്ച് അമ്മയും മോളും അല്ലേ? സീറ്റ് പിടിച്ചു കളി കാണാൻ പോകും. ഓ ഇവിടെ നിന്നുള്ള കളിയല്ല, എന്താ അടുത്തല്ലടി ഇരിക്കുന്നത്? കാണും. ആ ബസ്സിലൊക്കെ അടിച്ച കളിയാണെന്ന് അല്ലേ? അപ്പോ ഇതാണ് ആ സ്റ്റേഡിയം. നൈസ്. അപ്പനും മോനും കൂടെ പോയിരിക്കുവാണോ കാണാൻ? ഓ നിങ്ങക്ക് സ്പെഷ്യൽ സീറ്റ് ആണോ? വേറെ ആരും ഇല്ല അടുത്ത്? ഓ ആ പാപ്പ ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ.
നിങ്ങളുടെ ഒരു ഭാഗ്യമേ. എന്തുവാ അടുത്ത് കളി കാണാം, തൊട്ടടുത്തിരുന്ന് കളി കാണുന്നു. കളിക്കാരില്ലെന്നേ ഉള്ളൂ. അടുത്തിരുന്ന് കളി കാണാം. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം. പാപ്പ ഇതൊക്കെ ഓർക്കുവോ? അതിനാ വീഡിയോ എടുക്കുന്നേ. കൊറേ കഴിയുമ്പത്തേക്ക് ഇരുന്ന് കാണാം. ഇവിടെയൊക്കെ നല്ല നല്ല ഫേമസ് കളിക്കാരൊന്ന് കളിക്കുന്ന സ്ഥലമാണ്. ബാ നമുക്ക് പോവാം. വേണ്ട, അവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കും അവിടെ നിന്ന്. കണ്ടോ, ഞങ്ങൾ ഓൾറെഡി ഫോട്ടോ എടുത്തു. അങ്ങനെ ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ് കഴിഞ്ഞു. അടിപൊളി മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലവും കൂടെ ആണല്ലേ. നല്ല അടിപൊളി ബിൽഡിങ്ങും യുകെയുടെ തനതായ ആ ഒരു ഭംഗി ഇതിലുണ്ട്. അതെ, ഇത്രേ ഉള്ളൂ. അതെ, പൈസ നോക്കിട്ട് ഒരു കാര്യമില്ല. ലെറ്റ്സ് എൻജോയ് അല്ലേ. പൈസ ഒക്കെ നോക്കിയിട്ട് കാര്യമുണ്ട്, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യണം അല്ലേ. അല്ലാതെ നമ്മള് ഒന്നുമില്ല. അതാണ്, പിള്ളേർക്ക് ഇപ്പൊ 2 ആഴ്ചത്തെ അവധിയും എല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ കൊണ്ട് പുറത്ത് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പോയി കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ അതെ, പാപ്പു വന്നേ. അപ്പം എല്ലാവർക്കും ബൈ.